കോട്ടക്കാവ് മാർ തോമാ സീറോ മലബാർ കത്തോലിക്ക പള്ളി, വടക്കൻ പറവൂർ. ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പള്ളിയുടെ ചരിത്രവും വിശദാംശങ്ങളും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. തോമാസ് ശ്ലീഹ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന 7 പള്ളികളിലൊന്നാണ് കോട്ടക്കാവ് മാർ തോമാ സീറോ മലബാർ പള്ളി. എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരിൽ ദേശീയപാത 17-നരികിലായി ഇത് സ്ഥിതി ചെയ്യുന്നു. പെരിയാറിൻ്റെ തീരത്താണ് ഈ സീറോ മലബാർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ് ഇത്. സെൻറ് തോമസ് അപ്പോസ്തോലിന് ബഹുമതി നൽകിയ അപ്പോസ്തോലിക ചർച്ച് എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. അദ്ദേഹം സിറിയൻ ക്രിസ്തുമതത്തിലേക്ക് ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയിൽ സ്ഥാപിച്ച 7 പള്ളിക്കലിൻ്റെ ഭാഗമായിരുന്നു ഇത്. കൊടുങ്ങല്ലൂർ, കൊക്കമംഗലം, പാലയൂർ, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മറ്റ് 6 പള്ളികൾ സ്ഥാപിച്ചു. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും പ്രസിദ്ധമായ മലബാർ പ്രദേശത്തേക്കാണ് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ തോമാസ് ശ്ലീഹ സുവിശേഷ ദീപവുമായി കടന്നു വന്നത്. ക്രിസ്തുവർഷം 52 നവംബർ മാസത്തിൽ മുസരീസ് തുറമുഖത്ത് കപ്പലിറങ്ങിയ വിശുദ്ധ തോമാസ് ശ്ലീഹ അവിടെ കേന്ദ്രമാക്കി സുവിശേഷ വേല ആരംഭിച്ചു. സുവിശേഷ പ്രസംഗത്തോടൊപ്പം പല അത്ഭുതങ്ങളും അദ്ദേഹം പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധൻ നടത്തിയ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഫലമായി 7 ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊണ്ടു. 7 ദേവാലയങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. അവയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടതാണ് പറവൂർ കൊട്ടേക്കാവ് പള്ളി. കൊട്ടേക്കാവ് എന്ന പേരിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. ക്രിസ്ത്വബ്ദത്തിൻ്റെ ആരംഭകാലത്ത് പറവൂരിൻ്റെ പടിഞ്ഞാറേ അതിർത്തി കായലായിരുന്നു. കൊടുങ്ങല്ലൂർ, മാലിയങ്കര, പറവൂർ എന്നിവ ഒരേ കായൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു. കായൽ തീരത്തായിരുന്നതുകൊണ്ട് കൊട്ടേക്കായൽ എന്ന പേരിലും ഇത് അറിയപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇവിടെ താമസിച്ചിരുന്നതിൽ അധികം ബ്രാഹ്മണന്മാരായിരുന്നു. കേരളത്തിൽ കുടിയേറിപ്പാർത്ത ആദ്യ ബ്രാഹ്മണരായ നമ്പൂതിരിമാരുടെ ആസ്ഥാനങ്ങളിലൊന്നായിരുന്നു പട്ടമന പറവൂർ. പിണ്ടിനി വട്ടത്ത് സ്വരൂപം എന്ന് വിളിക്കപ്പെടുന്ന ഒരു നമ്പൂതിരി കുടുംബമായിരുന്നു ഇവിടുത്തെ നാടുവാഴികൾ. വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്ന തോമാസ് ശ്ലീഹ കോട്ടക്കാവിലുമെത്തി. ശ്ലീഹ കോട്ടക്കാവിലെത്തുമ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേഷവിധാനത്തിലും സംസാര ശൈലിയിലും വ്യത്യസ്തനായിരുന്ന ശ്ലീഹായെ ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജനങ്ങൾ അപരിചിതത്തോടെ വീക്ഷിച്ചു. ഉത്സവത്തിനെത്തിയ ജനങ്ങളോട് തോമാസ് ശ്ലീഹ യേശുവിനെ കുറിച്ച് സംസാരിച്ചു. ഇതുകേട്ട അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. നിസ്സഹായനായ തോമാസ് ശ്ലീഹ കൈകൾ ഉയർത്തി ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് അവിടെ കൊടുങ്കാറ്റ് വീശി എഴുന്നള്ളിച്ചു നിർത്തിയിരുന്ന ഗജവീരന്മാരും പ്രേക്ഷക സമൂഹവും നിലം പതിച്ചു. ചിലർക്ക് ബോധക്ഷയം സംഭവിച്ചു. ഇത് കണ്ട ജനക്കൂട്ടം പരിഭ്രാന്തരാകുകയും തങ്ങൾ പരിഹസിച്ച ക്രിസ്തുശിഷ്യൻ ദിവ്യനാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ശ്ലീഹായോട് ഈ അവസ്ഥയിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കണമെന്ന് അവർ കേണപേക്ഷിച്ചു. തോമാസ് ശ്ലീഹ അവരോട് ജലം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. കൊണ്ടുവന്ന ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ചതിന് ശേഷം മോഹാലസ്യപ്പെട്ടവരുടെ മേൽ തളിച്ചപ്പോൾ അവർ ഉണർന്നു. വിശുദ്ധൻ 3-ാം തവണയും ജലം തെളിച്ചപ്പോൾ ചില ജലബിന്ദുക്കൾ അന്തരീക്ഷത്തിൽ നിലനിന്നെന്നും അവയിൽ ചിലത് രക്തത്തുള്ളികളും അഗ്നിനാളങ്ങളുമായി മാറിയെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. ഈ അത്ഭുതം കണ്ട ജനക്കൂട്ടം ശ്ലീഹായുടെ ചുറ്റും കൂടി അവരോട് അവൻ വചനം പ്രഘോഷിച്ചു. വചനം ശ്രവിച്ചവർ വിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറായി. വിശ്വാസ നവീകരണത്തിൻ്റെ പ്രതീകമായ കുരിശ് എവിടെ സ്ഥാപിക്കുമെന്ന് അധികാരികൾ ആലോചിച്ചു. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എഴുന്നള്ളിച്ചു നിർത്തിയ ആന തടി കൊണ്ടുപോയിടുന്നിടത്ത് കുരിശ് സ്ഥാപിക്കാമെന്ന് തീരുമാനമായി. അങ്ങനെ തടി കൊണ്ടുപോയിട്ട സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. തോമാസ് ശ്ലീഹ ഇവിടെ എത്ര കാലം താമസിച്ചു എന്നതിന് വ്യക്തമായ ധാരണകളില്ലെങ്കിലും ഇവിടെ വെച്ച് 1770 പേർക്ക് മാമോദീസ നൽകിയതായി റംബാൻ പാട്ട് വ്യക്തമാക്കുന്നു. മറ്റിടങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ശേഷം ശ്ലീഹ മാലിയങ്കര വഴി വീണ്ടും കോട്ടക്കാവിലെത്തുകയും ചിലർക്ക് പട്ടം നൽകുകയും ചെയ്തതായി പുരാതന പാട്ടുകളിൽ കാണുന്നു. ശ്ലീഹ പട്ടം കൊടുത്തവരുടെ അനന്തരഗാമികളാണ് നസ്രാനികളെ ഭരിച്ചു പോന്നത്. AD 72 മരണമടയുന്നതിന് മുമ്പ് തോമാസ് ശ്ലീഹ തൻ്റെ പിൻഗാമിയായി കേപ്പായെ മെത്രാനായി വാഴിച്ചിരുന്നു എന്നതിന് ചരിത്ര രേഖകളുണ്ട്. കെപ്പയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ തദ്ദേശ മെത്രാന്മാർ ക്രിസ്ത്യാനികളെ നയിക്കുകയും ഭരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ
പിൻകാലത്ത് മതപീഡനങ്ങളുടെയും മറ്റും ഫലമായി അവരുടെ വംശാവലി തുടരാൻ ഇടവന്നില്ല. തുടർന്ന് 16-ാം ശതകത്തിൻ്റെ ആദ്യ പകുതി വരെ നസ്രാണികൾ പേർഷ്യൻ സഭയുടെ മേൽനോട്ടത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് 880-ാം ആണ്ടിൽ മാർ സാബോർ, മാർ പ്രോത്ത് എന്നീ സഹോദരന്മാരായ 2 മെത്രാന്മാർ കേരളത്തിൽ നിന്ന് വന്നത്. സാബോർ കൊടുങ്ങല്ലൂരും അവിടെ കലാപം തുടങ്ങിയ ശേഷം ഉദയംപേരൂരും, പ്രോത്ത് ഉപമെത്രാനായി കൊല്ലത്തുമാണ് ഇരുന്നത്. കല്ലും മരവും ഉപയോഗിച്ചുള്ള ആലയ നിർമ്മാണം കേരളത്തിൽ ആരംഭിച്ച കാലത്ത് ഈ മെത്രാന്മാർ വളരെയേറെ പള്ളികളിൽ പണിയിക്കുകയുണ്ടായി. പറവൂർ കോട്ടക്കാവ് ഇക്കൂട്ടത്തിൽപ്പെട്ടതാകാൻ ഇടയുണ്ട്. ഇവിടുത്തെ പള്ളിയുടെ മുൻവശത്തുള്ള കപ്പേളയിൽ സൂക്ഷിച്ചിട്ടുള്ള കരിങ്കല്ലിൽ കൊത്തിയിട്ടുള്ള പേർഷ്യൻ കുരിശും അന്ന് സ്ഥാപിച്ചതാകാൻ ഇടയുണ്ട്. അവരുടെ മരണശേഷം അവരെ വിശുദ്ധരായി പരിഗണിച്ച് അവരുടെ പേരുകൾ ആ പള്ളിക്ക് നൽകുകയും ചെയ്തു. പിന്നീട് ഉദയംപേരൂർ സുനഹദോസിൻ്റെ തീരുമാനപ്രകാരം കോട്ടക്കാവ് പള്ളി വിശുദ്ധ ഗർവാസിസ്, പ്രോത്താസിസ് എന്നിവരുടെ പേരിലാക്കുകയുണ്ടായി. AD 52-ൽ ശ്രീഹ സ്ഥാപിച്ച മരക്കുരിശ് 18-ാം നൂറ്റാണ്ട് വരെ കോട്ടക്കാവ് പള്ളിയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. 1789-ൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് കൊടുങ്ങല്ലൂർ, ആലങ്ങാട്, പറവൂർ, ചേന്നമംഗലം, വരാപ്പുഴ പ്രദേശങ്ങൾ ആക്രമിച്ചപ്പോൾ പറവൂർ പള്ളിയും ആക്രമണത്തിന് വിധേയമായി. അതോടൊപ്പം ആ കുരിശും നശിച്ചുപോയി. ഈ പള്ളി 1308-ൽ പണിയിച്ചിരുന്ന 3-ാമത്തെ പള്ളിയായിരുന്നു. ആക്രമണത്തിനു ശേഷം കേടുപാടുകൾ തീർത്ത പള്ളിയുടെ മദ്ബഹ മുതലായ ഭാഗങ്ങൾ ഇന്നും സ്ഥിതി ചെയ്യുന്നു. 1557-ൽ പോർച്ചുഗലിലെ കറ്റലോനിയയിൽ ജനിച്ച് പ്രായപൂർത്തിയായപ്പോൾ ഈശോ സഭയിൽ അംഗമായി മിഷനറി പ്രവർത്തനത്തിനായി പോർച്ചുഗീസുകാരുടെ കൂടെ ഇന്ത്യയിലെത്തിയ ബിഷപ്പ് ഫ്രാൻസിസ് റോസ് SJ ചേന്നമംഗലത്തെ വൈപ്പിൻ കോട്ട സെമിനാരിയിൽ റെക്ടറായി സേവനമനുഷ്ഠിച്ചു. സുറിയാനി ഭാഷ പണ്ഡിതനായ ഇദ്ദേഹത്തിന് സുറിയാനി ക്രൈസ്തവരുടെയിൽ ജനസമ്മതി ഉണ്ടായിരുന്നു. 1599-ൽ ഉദയംപേരൂരിൽ നടന്ന സുനഹദോസിൽ ആർച്ച് ബിഷപ്പ് മെനേസിസിന്റെ വലം കൈയായി പ്രവർത്തിച്ചത് ഫാദർ റോസ് ആയിരുന്നു. 1599 നവംബർ 5-ാം തീയതി ഫാദർ റോസിനെ അങ്കമാലി രൂപതയുടെ മെത്രാനായി 4-ാം ക്ലെമന്റ് മാർപ്പാപ്പ നിയമിച്ചു. 1601 ജനുവരി 25-ാം തീയതി അങ്കമാലിയിൽ വെച്ച് ഇദ്ദേഹത്തെ മെനേസിസ് മെത്രാപ്പോലീത്ത അഭിഷേകം ചെയ്തു. സുറിയാനിക്കാരുടെ അധ്യത്തെ ലത്തീൻ മെത്രാനായിരുന്നു ഇദ്ദേഹം. 1603-ൽ ഇദ്ദേഹം അങ്കമാലി സുനഹദോസ് വിളിച്ചുകൂട്ടി. 1606-ൽ മലങ്കര മാർത്തോമാ ശ്ലീഹായുടെ ഇടവകയുടെ കൽപ്പനകൾ എന്ന രൂപതാ നിയമ സംഹിത പ്രസിദ്ധീകരിച്ചു. 1609 ജനുവരി 26-ാം തീയതി മെത്രാപ്പോലിത്തയുടെ ചിഹ്നമായ പാലിയം നൽകപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ പോർച്ചുഗീസ് കോട്ടയും സൈന്യവും ഉണ്ടായിരുന്നതിനാൽ തൻ്റെ ആസ്ഥാനം 1609 ഡിസംബർ 3-ാം തീയതി അങ്കമാലിയിൽ നിന്നും കൊടുങ്ങല്ലൂർക്ക് മാറ്റി. തീരദേശ പട്ടണമായ കൊടുങ്ങല്ലൂരിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളും പ്രശ്നങ്ങളും വർദ്ധിച്ചപ്പോൾ അവിടുത്തെ താമസം സുരക്ഷിതമല്ലാത്തതിനാൽ ആസ്ഥാനം കോട്ടക്കാവിലേക്ക് മാറ്റി. അദ്ദേഹമാണ് ദേവാലയത്തിൻ്റെ സംരക്ഷണത്തിനായി പള്ളിയുടെ ചുറ്റും വലിയ മതിൽ കെട്ടിയത്. ആനമതിൽ എന്നറിയപ്പെടുന്ന ഈ മതിൽ ഇപ്പോഴും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. പള്ളിയിൽ പുതുതായി കൊണ്ടുവന്ന മണികൾക്കായി ഉയരത്തിൽ മണിമാളിക പണിയുകയും അതിനുള്ളിൽ വലിയ മണിയും സ്ഥാപിക്കുകയും ചെയ്തു. 1624 ഫെബ്രുവരി 14-ാം തീയതി ഞായറാഴ്ച ഫ്രാൻസിസ് റോസ് മെത്രാൻ കാലം ചെയ്തു. പഴയ പള്ളിയുടെ അൾത്താരയിൽ പിതാവിനെ സംസ്കരിച്ചു. ഇതിനെക്കുറിച്ച് വട്ടെഴുത്ത് ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ശിലാലിഖിതമാണ് ഇന്നും പഴയ പള്ളിയുടെ ചുമരിൽ കാണുന്നത്. 542-ൽ പോർച്ചുഗീസ് മിഷണറിമാർ ഭാരതത്തിലെത്തി. കൊടുങ്ങല്ലൂരിലെത്തിയ അവർ വൈദിക പരിശീലനം നൽകുന്നതിനായി അവിടെ ഒരു സെമിനാരി സ്ഥാപിച്ചു. ഈ സെമിനാരിയിൽ പരിശീലനം നേടിയ കോട്ടക്കാവ് ഇടവകക്കാരനായ 2 പേർ 13-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പയുടെ വാഴ്ചക്കാലത്ത് 1572-85 റോമിൽ പോവുകയും അവർ വഴി ഈ പള്ളിയിലെ ബലിപീഠത്തിന് പ്രിവിലേജ്ഡ് ഓൾട്ടർ എന്ന പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ചു നൽകുകയും ചെയ്തതായി വത്തിക്കാനിൽ രേഖകളുണ്ട്. ലോകത്തിലെ തന്നെ അപൂർവം ചില ദേവാലയങ്ങളെ ബലിപീഠങ്ങൾക്ക് മാർപ്പാപ്പയിൽ നിന്നും കൽപ്പിച്ചു കിട്ടിയിട്ടുള്ള പദവിയാണ് പ്രിവിലേജ്ഡ് ഓൾട്ടർ. ഇപ്പോൾ നിലവിലുള്ള പഴയ പള്ളിയുടെ അൾത്താരയ്ക്കാണ് ആ പദവി ലഭിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് സർവവും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവർക്ക് അനുഗ്രഹ ഫലങ്ങൾ ലഭിക്കുമെന്ന് അനേകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഗുണ്ടഫ്രസ് രാജാവിന് കൊട്ടാരം പണിയുവാൻ ഒരാളെ അന്വേഷിച്ചിറങ്ങിയ രാജാവിൻ്റെ പ്രതിനിധി ഹാബാന്റെ കൂടെയാണ് മാർത്തോമ ജെറുസലേമിൽ നിന്നും ഇന്ത്യയിലെത്തിയത്. രാജസന്നിധിയിൽ എത്തിച്ചേർന്ന മാർത്തോമ നിശ്ചിത ദിവസം പണി പൂർത്തീകരിക്കാമെന്ന കരാറിൽ രാജാവിൽ നിന്ന് സ്വർണം, വെള്ളി, നാണയങ്ങൾ കൈപ്പറ്റി.
ഇവ കൊണ്ട് അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. നിശ്ചിത സമയമായപ്പോൾ കൊട്ടാരം പണിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ താൻ സ്വർഗത്തിലാണ് രാജാവിന് വേണ്ടി കൊട്ടാരം പണിയുന്നതെന്ന് മാർത്തോമ അറിയിച്ചു. ഇതിൽ കുപിതനായ രാജാവ് അദ്ദേഹത്തെ കാരാഗൃഹത്തിലടച്ചു. ഈ സന്ദർഭത്തിൽ രാജാവിൻ്റെ സഹോദരനായ ഗാദ് മരിക്കുന്നു. തോമാക്ക് അത്ഭുതസിദ്ധിയുണ്ടെന്നറിഞ്ഞ രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. ശ്ലീഹ ഗാദിനെ ഉയർപ്പിച്ചു. ജീവൻ കൈവന്ന ഗാദ് താൻ സ്വർഗത്തിൽ എത്തപ്പെട്ടുവെന്നും അവിടെ മാർ തോമാ നിർമ്മിച്ച മനോഹരമായ കൊട്ടാരം കണ്ടുവെന്നും അറിയിച്ചു. ഇത് കേട്ടപ്പോൾ രാജാവ് സംപ്രീതനാകുകയും പരസ്നേഹ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ സ്വർഗത്തിൽ കൊട്ടാരം പണിത തോമായുടെ നിർദ്ദേശപ്രകാരം രാജാവും അനുയായികളും സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. 1-ാം നൂറ്റാണ്ടിന് ശേഷം എഴുതപ്പെട്ട തോമായുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ നിന്നും 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ഗുണ്ടഫ്രസ് രാജാവിൻ്റെ മുദ്രയുള്ള നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില പുരാതന ഗ്രന്ഥങ്ങളിൽ റംബാൻ പാട്ട് ഈ രാജാവ് കൊടുങ്ങല്ലൂരിൽ തിരുവഞ്ചിക്കുളം ആസ്ഥാനമായി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് കൈതാരം, ഏഴിക്കര, കച്ചേരിപ്പടി, പല്ലന്തുരുത്ത്, നീണ്ടൂർ, പട്ടണം, തുരുത്തിപ്പുറം എന്നീ പ്രദേശങ്ങൾ കൊട്ടക്കാവ് ഇടവകയിൽ ഉൾപ്പെട്ടതായിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ജനത്തിന് ദേവാലയത്തിലെ സ്ഥലപരിമിതി മൂലം സൗകര്യപൂർവ്വം ആരാധനാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. ആയതിനാൽ ഇടവകയുടെ സ്ഥിതിക്ക് അനുസൃതമായ ഒരു ദേവാലയം പണിയുവാൻ തീരുമാനിച്ചു. 1911 ജൂൺ 21 ശ്രീ പഴയംപറമ്പിൽ ലൂയിസ് മെത്രാൻ ഇപ്പോഴത്തെ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. അന്ന് ഇവിടെ വികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട ഇളങ്കന്നപ്പുഴ പൗലോസ് അച്ഛനായിരുന്നു. പിന്നീട് വികാരിയച്ഛനായി വന്ന പാറയ്ക്കൽ സക്കറിയാസ് അച്ഛൻ പള്ളിപ്പണി തുടർന്നു കൊണ്ടുപോകുന്നതിനായി കഠിന പ്രയത്നം ചെയ്തു. 1938 ഇളങ്കന്നപ്പുഴ പൗലോസ് അച്ഛൻ വീണ്ടും വികാരിയായിരിക്കെ ശ്രീ കണ്ടത്തിൽ അഗസ്തീനോസ് മെത്രോപോലീത്ത തിരുമേനി വെഞ്ചരിച്ച് ദിവ്യബലി അർപ്പിച്ചു. വിശാലമായ പള്ളിയുടെ മുൻഭാഗത്ത് പൂർത്തിയാകാതെ കിടന്ന 2 മണിമാളികകളുടെ പണി പൂർത്തിയാക്കിയത് 1955 ഫാദർ ജോസഫ് വളമംഗലം വികാരിയായിരിക്കുമ്പോഴാണ്. വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള 3 മണികളാണ് ഈ മാളികയിൽ തൂക്കിയിട്ടുള്ളത്. പുതിയ പള്ളിയുടെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന പഴയ പള്ളിയും അതിന് തൊട്ടു പടിഞ്ഞാറ് വശത്തുള്ള ചരിത്രപ്രസിദ്ധമായ ആനമതിലും തോമാശ്ലീഹ മാമോദീസ മുക്കിയ തീർത്ഥക്കുളവും ഇടവക ജനങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. കെട്ടിടം പണിയുമ്പോൾ നിർമ്മാണത്തിൻ്റെ ലംബമാന തിരശ്ചീന അളവുകൾ നിശ്ചയിക്കുവാൻ ഉപയോഗിക്കുന്ന മട്ടം കൊട്ടാരം പണിയാൻ വന്ന തോമായുടെ ശില്പങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട്. ലംബമാനമായും സമാന്തരമാനമായും 90 ഡിഗ്രിയിൽ ചേർന്നിരിക്കുന്ന 2 പട്ടിക കഷ്ണങ്ങൾ കൊണ്ടാണ് മട്ടം തീർത്തിരിക്കുന്നത്. ദൈവവും മനുഷ്യനുമായുള്ള നമ്മുടെ ബന്ധം ശരിയായ ദിശയിലുള്ളതായിരിക്കണമെന്ന് മട്ടം സൂചിപ്പിക്കുന്നു. തോമാശ്ലീഹ ഉപയോഗിച്ചിരുന്ന മട്ടം, തോമാശ്ലീഹായെ കൊല്ലുവാൻ ഉപയോഗിച്ച കുന്തം, തിരുനാഥന്റെ തിരുവിലാവിൽ തൊട്ട വിരൽ എന്നിവയാണ് മട്ടം എഴുന്നള്ളിപ്പിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഭവന നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുവാനും പണികൾ യഥാസമയം സുരക്ഷിതമായി പൂർത്തീകരിക്കുവാനും കുടുംബ പ്രശ്നങ്ങൾ പരിഹൃതമാകാനും മട്ടം എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുക എന്നത് കോട്ടക്കാവിലെ ഒരു പ്രധാന നേർച്ചയാണ്.